ഈ കാണുന്ന ഈ ഒരു ഐബെലിൻ്റെ 5.1 ഹോം തിയേറ്റർ ഇതെനിക്കിവിടെ 200 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ എനിക്കിവിടെ 200 രൂപയ്ക്ക് കിട്ടിയത് തൊടുപുഴ വെങ്ങല്ലൂർ റോഡുള്ള ആക്രിക്കടയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ആൻഡ് സ്പീക്കർ ഒന്നും ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഈ ഒരു ബോക്സ് മാത്രമാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെ തൂക്കമൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് അവർ വിലയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ നിലവിലെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. ഫുള്ളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെളിയും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഈ ഒരു ബോക്സ് നമുക്ക് വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഫോം ക്ലീനർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ക്ലീനർ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്യുക, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫോം ക്ലീനർ ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 650 ml ഉള്ള ബോട്ടിലിന് 162 രൂപയാണായത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് 2-3 മിനിറ്റ് കഴിയുമ്പം ഈ രീതിയിലായി വരും. ഇനി നന്നായിട്ടുണ്ടെങ്കിൽ കോട്ടൺ വേസ്റ്റ് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫോം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഹോം തിയേറ്ററുകളിലൊക്കെ ബോക്സിൽ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീർത്ത് പൊടിഞ്ഞു പോലെ പോകും. അപ്പോൾ ഇതുപോലുള്ള ഫോം ക്ലീനർ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ചെളിയും കാര്യങ്ങളെല്ലാം ഇളകി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോം തിയേറ്റർ ക്ലീൻ ചെയ്ത് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പവർ കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതിലേക്ക് പവറും കണക്ട് ചെയ്ത് അതുപോലെ ഈ ഹോം തിയേറ്ററിൻ്റെ ബാക്കിലുള്ള പവർ ഓൺ സ്വിച്ച് അതും ഓണാക്കിയ സമയത്ത് ഇതിൽ ഒരു MP3 പ്ലെയറിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഹമ്മിങ് നോയ്സ് ഉണ്ട്. നിലവിലിപ്പം ഈ കാണുന്ന രീതിയിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മോഡ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നിലവിലിപ്പോൾ ഇതിൽ കിടക്കുന്നത് ഓക്സ് മോഡായിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതും അതുപോലെ പഴയ മോഡലൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് ബ്ലൂടൂത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലെ പ്രശ്നം ഈ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ പല ബട്ടൺസും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഈ ഹോം തിയേറ്റർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതായപ്പോൾ ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ മോഡൽ ഹോം തിയേറ്ററുകളിലൊക്കെ ഈ ഫ്രണ്ട് പാനൽ അടിച്ചെടുക്കാൻ ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ച് ചുറ്റും ഒന്ന് തിക്കിയെടുത്താൽ മതി. ഈ ഒരു ഫ്രണ്ട് പാനൽ സ്ക്രൂ ഒന്നും വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിത് അടിച്ച് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് കൂടി ഒന്ന് അടിച്ച് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഈ ബോർഡ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയാണ്. ഇതിലുള്ള കമ്പോണൻറ്റുകളെല്ലാം തുരുമ്പെടുത്ത് പോലെയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോർഡിലുള്ള സ്വിച്ചുകളെല്ലാം ഇതും തുരുമ്പെടുത്ത് പോയേക്കുവാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ മോഡൊന്നും മാറ്റാൻ പറ്റാത്തത്. ഇതിലെ റെസിസ്റ്ററുകളുടെ കാലുകൾ അതുപോലെ ജമ്പർ ഇട്ടേക്കുന്നത് അതെല്ലാം തുരുമ്പെടുത്ത് പോയേക്കുവാണ്. ഇപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഹോം തിയേറ്ററിൻ്റെ ബോർഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. ഇതിലെ 1-2 സ്വിച്ചുകളൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ നമുക്കിതിനകത്ത് ആവശ്യമുള്ളതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ പഴയ ഹോം തിയേറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും. ഇതുപോലുള്ള പുഷ് ഓൺ സ്വിച്ചുകളൊക്കെ ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോകാറുണ്ട് ഈ കാണുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഈ ഒരു ബോർഡിലെ തുരുമ്പെടുത്ത് 5 പഴയ സ്വിച്ച് മാറിയിട്ട് പുതിയതിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ പുതിയ സ്വിച്ചുകൾ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 3 രൂപ വെച്ചാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വിച്ചുകൾ പല രീതിയിലുള്ളതുണ്ട്. സൈസ് കൂടിയതും കുറഞ്ഞുള്ളതും എല്ലാം മേടിക്കാൻ കിട്ടും. അതുപോലെ 2 ലെഗ് ഉള്ളതുകൊണ്ട് അതുപോലെ ഈ കാണുന്ന പോലെ 4 ലെഗ് ഉള്ളതും മേടിക്കാൻ കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള പുഷ് ഓൺ സ്വിച്ചിൽ ഈ പ്രസ് ചെയ്യുന്ന പോർഷൻ ഇത് നീളം കൂടിയതും കുറഞ്ഞ അങ്ങനെയുള്ള പല രീതിയിലുള്ളത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡിലെ പഴയ സ്വിച്ചുകളൊക്കെ മാറുന്ന സമയത്ത് ഒരെണ്ണം പഴയത് സാമ്പിളായിട്ട് അടിച്ചുകൊണ്ട് പോയി കടയിൽ കാണിച്ച് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലെ തുരുമ്പെടുത്ത് പോയ എല്ലാ സ്വിച്ചുകളും ഡീസോൾഡർ ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ബോർഡുകളിലേക്ക് സ്വിച്ച് സോൾഡർ ചെയ്തേക്കുന്ന ലെഡ് വേഗം ഉരുകി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് സോൾഡറിങ് പേസ്റ്റ് സ്വിച്ചുകളുടെ കാലുകളിലേക്ക് തേച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ലെഡ് ഉരുകി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എല്ലാ സ്വിച്ചുകളുടെയും കാലുകളിലേക്ക് സോൾഡറിങ് പേസ്റ്റ് തേച്ചിട്ടുണ്ട്. ഇനി ഈ സ്വിച്ച് നമ്മളിവിടെ ഡീസോൾഡർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഈ കാണുന്ന ഡീസോൾഡറിങ് പമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ ഡീസോൾഡർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഡീസോൾഡറിങ് പമ്പോ അതല്ലെങ്കിൽ വിക്കോ ഉപയോഗിക്കാം. ഞാനിവിടെ ഡീസോൾഡറിങ് പമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഡീസോൾഡർ ചെയ്യാനുള്ള പോർഷനിൽ ഇതുപോലെ അയൺ ഉപയോഗിച്ച് ചൂടാക്കി ലെഡ് ഉരുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഡീസോൾഡറിങ് പമ്പ് ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് റിലീസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉരുകിയിരിക്കുന്ന ലെഡിലേക്ക് നമ്മളിങ്ങനെ പമ്പ് ചേർത്ത് വെച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഉരുകിയ ലെഡെല്ലാം ഈ ഒരു പമ്പ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം.
അപ്പോൾ ഇങ്ങനെയുള്ള ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിച്ചതോടെ ഡീസോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബോർഡിലെ പ്രിൻറ്റ് പോകാതിരിക്കും. അതുപോലെ ഒരുപാട് ലെഗുകളൊക്കെയുള്ള IC കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഡീസോൾഡിംഗ് പമ്പ് കുറഞ്ഞ നിനക്ക് ഏകദേശം 90 റേഞ്ചിലുള്ള മേടിക്കാൻ കിട്ടും. കൂടി നിനക്ക് ഒരു 160 രൂപയ്ക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഡീസോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബോർഡിൽ നന്നായിട്ട് തന്നെ 4 പിന്നുള്ള ഒരു സ്വിച്ച് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴയ സ്വിച്ച് മാറ്റിയിട്ട് ഇതിലേക്ക് പുതിയ സ്വിച്ച് ഇട്ടാൽ മതി. ഇനി ഈ പുതിയ സ്വിച്ചിൻ്റെ കാലുകൾ സോൾഡർ ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ബാക്കി സ്വിച്ചുകളെ മാറിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് സോൾഡർ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിച്ചുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറുന്നത് കാണിച്ച് വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ബോർഡിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്ന പുതിയ സ്വിച്ചുകൾ എല്ലാത്തിൻ്റെയും കാല് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഈ ബോർഡിലുണ്ടായിരുന്ന പഴയ 4 സ്വിച്ചുകൾ. അതുപോലെ ഇനി ഈ ബോർഡിൽ ഒരു പഴയ സ്വിച്ച് കൂടി മാറാനുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ മാറിയ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് തൽക്കാലത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിലുണ്ടായിരുന്ന പഴയ തുരുമ്പെടുത്ത സ്വിച്ച് മാറി നമ്മൾ പുതിയ സ്വിച്ച് ഇട്ട് നോക്കിയപ്പോൾ ഇതിൽ മോഡെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്വിച്ച് തുരുമ്പെടുത്ത് പോയിട്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് വർക്ക് ആണ്ട് വന്നേ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ നിസ്സാരമായ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോഴാണ് പലരും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഒഴിവാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ശരിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ബോർഡിലുള്ള ഈ പഴയ സ്വിച്ച് കൂടി മാറിയിട്ട് പുതിയതിടാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഫൈനലായിട്ട് ഈ പഴയ സ്വിച്ച് മാറി ഇതിൽ പുതിയതിട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒട്ടുമിക്കതും പരിഹരിച്ചിട്ടുണ്ട്. സ്വിച്ചുകളെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തുരുമ്പ് എടുത്തു പോയ ജമ്പറുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ റീഫിറ്റ് ചെയ്തെടുക്കാനി. അങ്ങനെ ഇപ്പോൾ നമ്മളിത് റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റുള്ള റീസ്റ്റോറേഷൻ വീഡിയോസിലെ പോലെ എല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി അങ്ങനെയൊന്നും ക്ലീൻ ചെയ്തെടുക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ആ ഒരു സ്വിച്ച് മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വർക്ക് ചെയ്തുകൂടി ചെക്ക് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പീക്കറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ടൊന്നും പ്ലേ ചെയ്യിപ്പിക്കാതെ യൂട്യൂബിലിട്ട് ഈ സെയിം വീഡിയോ തന്നെയാണ് ഫേസ്ബുക്കിലും. അപ്പോൾ രണ്ടിലെയും കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്ങുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുൾ വോളിയം കൂട്ടുന്ന സമയത്ത് സബിൽ നിന്നും ചെറിയ രീതിയിലൊരു പതറലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ആക്രിക്കടയിൽ നിന്നും 200 രൂപയ്ക്ക് മേടിച്ച് ഈ ഹോം തിയേറ്റർ ഇത് ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. മിക്കതും നമുക്ക് തന്നെ റെഡിയാക്കാനുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കാണുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് ആക്രിക്കടക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു വിലയും കിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് മേടിക്കുമ്പോഴാണ് ഇതിനൊക്കെ നല്ല വില അവർ മേടിക്കുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു ഹോം തിയേറ്റർ ആക്രിക്കടയിൽ നിന്ന് മേടിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എനിക്കിതിൻ്റെ സബ് ഓഫർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.